ഹായ് വ്യൂവേഴ്സ്, വെൽക്കം ടു ഷീനാസ് ക്രിയേഷൻ. ഇന്ന് ഞാൻ ഓണം സ്പെഷ്യലായിട്ട് തയ്യാറാക്കാൻ പോകുന്നത് 2 തരം പായസമാണ്. ഒന്ന് നമ്മൾ പാൽ ചേർത്ത് പാൽപ്പായസം, മറ്റൊന്ന് തേങ്ങാപ്പാൽ ചേർത്ത് ശർക്കര പായസമാണ് തയ്യാറാക്കാൻ പോകുന്നത്. സേമിയ വെച്ചിട്ടാണ് ഞാൻ പാൽപ്പായസം തയ്യാറാക്കാൻ പോകുന്നത്. അതിനായിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് 1.5 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചൂടായി കഴിഞ്ഞാൽ നമ്മളിതിലേക്ക് സേമിയ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമുക്കിതൊന്ന് നെയ്യിലിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. ഇത് ഒരുപാട് കളറ് മാറി കിട്ടേണ്ട ആവശ്യമൊന്നുമില്ല. ചെറുതായിട്ടൊന്ന് ചുവന്ന് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇതാ ഇത്രയും ആയാൽ മതി. ഇപ്പോൾ പാകമായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മറ്റൊരു പാത്രത്തിലേക്ക് കോരി മാറ്റി വയ്ക്കാം. സേമിയ മാറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ പാത്രത്തിലേക്ക് തന്നെ ഒരു 2 പാക്കറ്റ് പാല് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ നമ്മൾ ഇതിലേക്കൊരു 6 ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ പാൽ ഇനി ഒന്ന് നന്നായി തിളപ്പിച്ചതിന് ശേഷം ഒന്ന് ചെറുതായിട്ടൊന്ന് വറ്റിച്ചെടുക്കാൻ പോവുകയാണ്. ഇങ്ങനെയൊന്ന് ചെറുതായിട്ട് കുറുക്കിയതിന് ശേഷമാണ് നമ്മൾ സേമിയ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. ഇപ്പോൾ അത് ചെറുതായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള സേമിയ ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായി ഇളക്കിക്കൊണ്ടേയിരിക്കുക. സേമിയ വെന്ത് കഴിയുന്ന സമയത്ത് മുകളിലോട്ട് പൊങ്ങി വന്നുകൊണ്ടേയിരിക്കും. ഇപ്പോൾ ഇതാ നമ്മുടെ പാലെല്ലാം നന്നായി തിളച്ച് മറിയുന്നുണ്ട്. സേമിയ അതിൽ കിടന്ന് വെന്തുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് നമ്മളിതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണ്. ഒരു 3/4 കപ്പ് പഞ്ചസാരയാണ് ഞാനിപ്പോൾ ഇട്ട് കൊടുക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ ഒരു പിഞ്ച് ഉപ്പ്. മധുരം നമ്മൾ ആദ്യമേ ഒന്നിച്ച് ചേർക്കുന്നില്ല, കാരണം നമ്മൾ ലാസ്റ്റ് ഇതിലേക്ക് മിൽക്ക് മെയ്ഡ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മളിതിലേക്ക് ഒരു 1/4 കപ്പ് മിൽക്ക് മെയ്ഡ് കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യത്തിന് മധുരം മിൽക്ക് മെയ്ഡ് തന്നെ കാണും. അതുകൊണ്ടാണ് നമ്മൾ ആദ്യമേ പഞ്ചസാര ഒന്നിച്ച് ചേർക്കാതിരുന്നത്. ഇനി മിൽക്ക് മെയ്ഡ് ഒഴിച്ചതിന് ശേഷം നമ്മൾ മധുരം ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ കുറച്ചുകൂടി പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ സേമിയെല്ലാം നന്നായി വെന്ത് മുകളിൽ വന്ന് നിൽക്കുന്ന നമുക്ക് കാണാൻ പറ്റും. ഈ സമയത്ത് നമ്മൾ ഏലക്കാപ്പൊടി, 1 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. നമുക്ക് പായസം പാകത്തിന് കുറുകി വന്നിട്ടുണ്ടെങ്കിൽ ഫ്ലെയിം ഓഫ് ചെയ്യാം. സേമിയ പായസം ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാടൊന്നും കുറുക്കിയെടുക്കേണ്ട ആവശ്യമില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊന്ന് തണുത്ത് കഴിഞ്ഞാൽ ഒന്നുകൂടി ഒന്ന് കുറുകി വരും. ഇനി ലാസ്റ്റ് നമ്മളിതിലേക്ക് നെയ്യിൽ വറുത്ത അണ്ടിപ്പരിപ്പ്, മുന്തിരി കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ ഇത് നമ്മുടെ പാൽപ്പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം ഓഫാക്കിയതാണ്. നമ്മൾ സദ്യക്കൊക്കെ കഴിക്കുന്ന അതേ ടേസ്റ്റിലുള്ള സേമിയ പാൽപ്പായസമാണിത്. എല്ലാവരും ഓണത്തിന് ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇപ്പോൾ പാലൊഴിച്ചിട്ടുള്ള സേമിയ പാൽപ്പായസം ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമ്മൾ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടുള്ള ഒരു ശർക്കര പായസമാണ് തയ്യാറാക്കാൻ പോകുന്നത്. അതിനും ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ടേസ്റ്റ് തന്നെയാണ്. ചിലർക്ക് ശർക്കര പായസം ഭയങ്കര ഇഷ്ടമായിരിക്കും. നമ്മളിപ്പോൾ ശർക്കര വെച്ചിട്ട് തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് ചക്ക പായസമാണ് തയ്യാറാക്കാൻ പോകുന്നത്. ചക്ക നെയ്യിൽ വരട്ടിയത് വെച്ചിട്ട് ഒരു ശർക്കര പായസം. ഇങ്ങനെ ചക്ക വരട്ടിയത് വെച്ചിട്ട് നമ്മൾ പായസം മാത്രമല്ല പലതരം പലഹാരങ്ങളും ചെയ്യാറുണ്ട്. അപ്പം നമുക്ക് ഇത് വെച്ചിട്ട് എങ്ങനെ ടേസ്റ്റി ആയിട്ടുള്ളൊരു പായസം തയ്യാറാക്കാമെന്ന് നോക്കാം. അതിനായിട്ട് നമ്മൾ ആദ്യമേ കുറച്ച് ശർക്കര സിറപ്പ് തയ്യാറാക്കിയെടുക്കുകയാണ്. ഞാനൊരു 2 അച്ച് ശർക്കര എടുത്തിട്ട് ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കൂടെ 1 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. ഇതൊന്ന് തിളച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ശർക്കരയെല്ലാം നന്നായിട്ട് അലിഞ്ഞ് വരും. എന്നിട്ടിത് നന്നായിട്ട് ചൂടാറിയതിന് ശേഷം നമുക്കിതൊന്ന് അരിച്ച് വയ്ക്കണം. ഇപ്പോൾ ഇത് ശർക്കരയെല്ലാം നന്നായി അലിഞ്ഞ് വെള്ളം നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒന്ന് തണുക്കാനായിട്ട് വയ്ക്കാം. ഇനി ഈ പായസം തയ്യാറാക്കാനായിട്ട് നമുക്ക് പ്രധാനമായിട്ടും വേണ്ടത് ചക്ക വരട്ടിയതാണ്. ഇത് പഴുത്ത ചക്ക നന്നായി വേവിച്ചുടച്ചതിന് ശേഷം ശർക്കര സിറപ്പ് കൂടി ചേർത്തിട്ട് നെയ്യിൽ ഹൽവ പോലെ ഒന്ന് വരട്ടിയെടുത്തതാണ്. ഇതൊരു കണ്ടെയ്നറിലാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് കാലം കേടുവരാതിരിക്കും. ഇനി നമുക്ക് അടുത്തതായിട്ട് വേണ്ടത് തേങ്ങാപ്പാലാണ്. ഞാൻ ഒരു തേങ്ങയുടെ പാലാണ് എടുത്തിട്ടുള്ളത്. 2ാം പാലും 1ാം പാലും അങ്ങനെ വേർതിരിച്ചെടുത്തതാണ്. 2ാം പാല് നമുക്ക് ഒരു 2 കപ്പോളം വേണം. 1ാം പാല് ഒരു 1/2 കപ്പോളം ആണ് കിട്ടിയിട്ടുള്ളത്. അത്രയും മതിയാവും. ഇനി നമുക്ക് ആവശ്യമുള്ളത് തേങ്ങാക്കൊത്താണ്. ഈ പായസത്തിലേക്ക് നമ്മൾ അണ്ടിപ്പരിപ്പ്, മുന്തിരിയും ചേർത്ത് കൊടുക്കുന്നില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പായസത്തിന് ഓൾറെഡി കുറച്ച് പുളിരസമുണ്ട്. അതുകൊണ്ട് മുന്തിരിയുടെ പുളി നമുക്ക് ആവശ്യമില്ല. ഇനി വേണ്ടത് നമുക്ക് എല്ലാ പായസത്തിലും ചേർക്കുന്നത് പോലെ തന്നെ കുറച്ച് ഏലക്കാപ്പൊടിയാണ്. കൂടെ നമ്മൾ ആദ്യമേ തയ്യാറാക്കി വെച്ചിട്ടുള്ള ശർക്കര സിറപ്പും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട്.
ഇത് നമ്മൾ ആദ്യമേ മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കുന്നില്ല, കാരണം നമ്മൾ ചക്ക വരട്ടിയാലും കുറച്ച് മധുരം കാണും. അതുകൊണ്ട് നമ്മൾ ആദ്യം പകുതി ഒഴിച്ചതിന് ശേഷം പിന്നെ മധുരം നോക്കിയിട്ട് ബാക്കി ഒഴിച്ചു കൊടുക്കുക നല്ലത്. ഇനി നമ്മൾ ഒരു 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി ഒരു അര ഗ്ലാസ് വെള്ളത്തിൽ ഇവിടെ കലക്കി വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ പായസം ഒന്ന് തിക്കാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ്. എത്രത്തോളം കുറുകിയ പായസമാണോ വേണ്ടത് അതിനനുസരിച്ച് നമ്മൾ ഈ അരിപ്പൊടി മിക്സ് ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇനി നമുക്കിത് തയ്യാറാക്കാനായിട്ട് ഒരു പാനിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് ചൂടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിതിലേക്ക് തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കുകയാണ്. തേങ്ങാക്കൊത്ത് നമ്മൾ നന്നായിട്ട് നെയ്യിലിട്ടിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ഇത് നന്നായി കളറ് മാറി ഒരു ചുവപ്പ് നിറമായി വരുന്ന സമയത്ത് നമുക്ക് നെയ്യിൽ നിന്നത് കോരി മാറ്റി വയ്ക്കാം. ഇപ്പോൾ ഇതാ പാകമായി വന്നിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് കോരി മാറ്റി വയ്ക്കുകയാണ്. അതിനുശേഷം നമ്മൾ ഈ പാനിലേക്ക് തന്നെ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള 2ാം പാൽ ചേർത്ത് കൊടുക്കുകയാണ്. അതൊരു 2 കപ്പോളം വരും. കൂടെ തന്നെ നമ്മൾ ശർക്കര സിറപ്പ് അല്ലെങ്കിൽ ശർക്കര പാനി കൂടി ചേർത്ത് കൊടുക്കുകയാണ്. മുഴുവനായിട്ട് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നില്ല, പകുതി ഇപ്പോൾ ചേർത്തിട്ടുള്ളൂ. എന്നിട്ട് രണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇത് ചെറുതായി ചൂടായി വരുന്ന സമയത്ത് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ചക്ക വരട്ടിയത് കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇത് നമ്മൾ ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചുകൊണ്ട് തന്നെ ചെറുതായിട്ടൊന്ന് ഹാർഡായിട്ടുണ്ട്. അത് നമ്മൾ ഈ തവി വെച്ചിട്ടൊന്ന് അടച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് അലിഞ്ഞ് കിട്ടും. ഇപ്പോൾ ഇതെല്ലാം നന്നായി അലിഞ്ഞ് വന്ന് നമ്മൾ തേങ്ങാപ്പാലിൽ നന്നായി ചേർന്ന് വന്നിട്ടുണ്ട്. നമ്മൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായി ഇളക്കിക്കൊണ്ടേ ഇരുന്നാൽ മതി. അപ്പോൾ ആ സമയത്ത് നമ്മൾ പായസം നന്നായി കുറുകി കിട്ടും. ഇനി നമ്മൾ കലക്കി വെച്ചിട്ടുള്ള അരിപ്പൊടി മിക്സ് ചേർത്ത് കൊടുക്കുകയാണ്. അത് 2 ടീസ്പൂണോളം മതിയാവും, കാരണം നമ്മൾ പായസം അത്യാവശ്യം തിക്കായി വന്നിട്ടുണ്ട്. ഇനിയും ചേർത്ത് കൊടുത്ത് നമുക്ക് കൂടുതൽ കുറുക്കിയെടുക്കേണ്ട ആവശ്യമില്ല, ഇത്രയും മതി. ഇപ്പോൾ ഇത് നല്ല പാകമായി വന്നിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. ഒരു 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്നും ചെറുതായിട്ട് തിള വന്ന് തുടങ്ങുന്ന സമയത്ത് നമ്മളിതിലേക്ക് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം 1ാം പാൽ ചേർത്ത് കൊടുക്കാൻ പോവാണ്. നമ്മൾ ഒരു തേങ്ങ മാത്രമാണ് ഈ പായസത്തിനായിട്ട് എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് 1ാം പാലെന്ന് പറഞ്ഞത് ഒരു 1/2 കപ്പോളം ആണ് കിട്ടിയിട്ടുള്ളത്. അത് മുഴുവനായിട്ട് നമ്മളിപ്പോൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുത്താൽ മാത്രം മതി. നമ്മൾ പായസം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മളിനി ലാസ്റ്റ് നെയ്യിൽ വറുത്ത് വെച്ചിട്ടുള്ള തേങ്ങാക്കൊത്ത് കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ ദാ ഇവിടെ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള ചക്ക വരട്ടി ശർക്കര പായസം റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടാറിയതിന് ശേഷം ഒരു ബൗളിലേക്ക് മാറ്റാം. ഞാനിതിൻ്റെ മുകളിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്ത് കൂടി ചേർത്ത് കൊടുക്കുകയാണ്, കാണാനുള്ളൊരു ഭംഗിക്ക് വേണ്ടി മാത്രമാണ്. നമ്മുടെ പാൽപ്പായസം, ശർക്കര പായസം, അങ്ങനെ 2 തരം പായസം ഞാനിവിടെ റെഡിയാക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റുകൾ അയയ്ക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.